17/11/2025 സുപ്രഭാതം ഏവർക്കും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമായതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാക്യം. ഞാനൊന്നും പറയുന്നില്ല. ഈ വാക്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. സ്നേഹവും പ്രേമമൊക്കെ ഉള്ളവർ ചിലപ്പോഴേ ഒന്നും എഴുതാതൊരു കടലാസ് പൊതിഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കൊള്ളാൻ എന്ന് പറഞ്ഞതുപോലെ ഞാനും ഇന്ന് എല്ലാവരോടും പറയുകയാണ്, ഇതിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് എഴുതിക്കൊള്ളുക. കാരണം അന്നത്തെ സാധാരണക്കാരായ മനുഷ്യർ മീൻ പിടിക്കാൻ പോകുന്നവരെല്ലാം സാധാരണക്കാരാണെന്ന ചിന്തയോ അല്ലെങ്കിൽ അങ്ങനൊരു വ്യത്യസ്തമായ ചിന്ത എൻ്റെ തലയ്ക്കകത്തില്ല. സാധാരണ നമ്മളന്ന് കാണുന്ന മീൻ പിടിക്കാൻ പോകുന്നവർ, ചുങ്കം പിരിക്കുന്നവർ, ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈശോ വിളിച്ചതും ഈശോയോട് ചേർത്ത് നിർത്തിയതും. അവർക്ക് ഈ വചനം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആധുനിക മൊബൈലും ആധുനിക ടിവിയും ആധുനികമായ എല്ലാ സാങ്കേതിക വിദ്യയും ഗൂഗിളും സെർച്ച് എൻജിൻസ് എല്ലാം കൈവച്ചേക്കുന്ന നിങ്ങൾക്കും ഈ വാക്ക് മനസ്സിലായി കാണും എന്ന് ചിന്തിച്ചുകൊണ്ട് നന്മയുടെ നല്ല ദിവസത്തിൽ ഞാൻ ഒരു വിശദീകരണം പറയാതെ നിർത്തുന്നു. ജോൺസൺ കരൂർ. നന്മയുണ്ടാകട്ടെ, നല്ലതാകട്ടെ.